ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് ഉള്ളത് രക്ഷാപ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു. നേരത്തെ അല്പസമയം വലിയ മഴ, കനത്ത മഴ, അതുപോലെ തന്നെ മണ്ണിടിയാനുള്ള സാധ്യത ഇതിനെയൊക്കെ കൊണ്ട് രക്ഷാപ്രവർത്തനം അല്പസമയം നിർത്തിവെച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ ഗംഗാവലി പുഴയിൽ ജലനിരപ്പ് കാര്യമായി കൂടിയതും ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുന്നതിന് കാരണമായി ഇപ്പോൾ വീണ്ടും രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. NDRF-ഉം മുങ്ങൽ വിദഗ്ധരും, നേവിയുടെ മുങ്ങൽ വിദഗ്ധർ, പോലീസ്, അഗ്നിശമന സേന, നാട്ടുകാർ, ഈ വിഭാഗങ്ങളെല്ലാം കൂടി ചേർന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും അത് വീണ്ടും ആരംഭിക്കാനായത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പല ഭാഗങ്ങളിലായിട്ടാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. മുങ്ങൽ വിദഗ്ധർ ഈ ഗംഗാവലി പുഴയിൽ തിരയുന്നു. അതുപോലെ തന്നെ പുഴയോരത്ത് മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധന നടക്കുന്നു. റോഡ് ഗതാഗതം സുഗമമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അങ്ങനെ പല ഘട്ടങ്ങളിലായി, പല വിഭാഗങ്ങളിലായിട്ടാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതെന്നാണ് SP കാർവാറും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും നൽകുന്ന വിവരം. ഏതായാലും ഈ അങ്കോള ഭാഗത്ത്, അതായത് ഈ ഹൈവേയുടെ മറുവശത്ത് ആണ് ഈ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. നേരത്തെ നമുക്ക് വിവരങ്ങൾ തന്നുകൊണ്ടിരുന്നത് ഈ അർജുൻ്റെ ബന്ധുവായിട്ടുള്ള ജിതിനാണ്. ജിതിൻ നിൽക്കുന്നത് കുംട്ട ഭാഗത്താണ്. ആ ഭാഗത്ത് കാര്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഇല്ല എന്നാണ് അവർ നേരത്തെ അറിഞ്ഞത്. ദൃശ്യങ്ങൾ സഹിതമാണ് അവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും. ഏതായാലും മറുവശത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്നാണ് അല്പസമയം മുൻപ് SP ഒക്കെ അറിയിച്ചത്. ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് നടക്കുന്നതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ വന്നതാകാമെന്നാണ് SP-യുടെ പ്രതികരണം വന്നത്. ഏതായാലും ഇപ്പോൾ കാര്യമായിട്ടുള്ള സമ്മർദ്ദം സംസ്ഥാനത്ത് നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് കർണാടക സർക്കാരിൽ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ചെലുത്തിയിരുന്നു. ഇതിൻ്റെ കൂടി ഫലമായിട്ടായിരിക്കാം രക്ഷാപ്രവർത്തനത്തിന് അല്പമെങ്കിലും ഇപ്പോൾ വേഗം വെച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ്, MP-മാരായിട്ടുള്ള MK രാഘവൻ, KC വേണുഗോപാൽ ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടുകയും കർണാടക സർക്കാരിനെ ബന്ധപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. കർണാടക സർക്കാരിലെ ഒരു ADGP-യെ തന്നെ ഈ കാര്യങ്ങളെ റിപ്പോർട്ട് തേടി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ചുമതലപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും ഇതിൻ്റെയൊക്കെ തൽഫലമായി ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് അല്പം വേഗം വെച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോഴും നമ്മൾ വിസ്മരിക്കാത്ത ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 4 ദിവസം മുൻപ് ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഈ മണ്ണിടിഞ്ഞു വീഴുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ഉച്ചയായി. ഇതുവരെ ആ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാൻ ആയില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഏറ്റവും തടസ്സമായത് കാലാവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ള മഴയാണ് ഈ മേഖലയിൽ പെയ്യുന്നത്. മണ്ണിടിച്ചിലുണ്ടായ ആ ഒരു ദിവസം മാത്രം 24 മണിക്കൂറിൽ പെയ്തത് 300 മില്ലിമീറ്ററിനടുത്ത് മഴയാണ് ഈ ഷിരൂർ എന്നുള്ള, അങ്കോലയുടെ അടുത്തുള്ള ഷിരൂർ എന്നുള്ള പ്രദേശത്ത് മാത്രം പെയ്തത്. അതിനാൽ തന്നെയാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. അതോടൊപ്പം തന്നെ അവിടെ ദേശീയപാത 66-ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, വീതി കൂട്ടുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പാരിസ്ഥിതികാഘാതം കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് അവിടുത്തെ പരിസ്ഥിതി സ്നേഹികളും പരിസ്ഥിതി സംഘടനകളൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വേണ്ടത്ര പഠനം നടത്താതെ കുന്നിടിച്ചതിനാൽ ആണ് ഇങ്ങനെ മണ്ണിടിഞ്ഞ് വീണത് എന്നുള്ള ഒരു ആക്ഷേപം കൂടി അവിടെ ഉയരുന്നുണ്ട്. ഏതായാലും അതൊക്കെ ഒരു പർവശത്ത് നിൽക്കുമ്പോഴും രക്ഷാപ്രവർത്തനത്തിൽ ഈ ഒരു മെല്ലെപ്പോക്ക് തീർച്ചയായിട്ടും അംഗീകരിക്കാനാവാത്ത ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ മെല്ലെപ്പോക്ക് നമുക്ക് ആർക്കും അംഗീകരിക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി, ദൗത്യം പൂർത്തിയാക്കി അർജുനെ രക്ഷിക്കാൻ കഴിയട്ടെ എന്ന് തന്നെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്.